വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. കഷ്ടതയുടെ പാഠങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം പല കാര്യങ്ങളും പഠിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ ഈ സമയം വരെയും കർത്താവ് സഹായിച്ചുവല്ലോ. ഓരോ വേദഭാഗങ്ങളിലൂടെയും നാം പഠിച്ചതിലൂടെയും മനസ്സിലാക്കിയതിലൂടെയും ദൈവം എപ്രകാരമാണ് തൻ്റെ മക്കളെ നടത്തുന്നത് എന്നും, എപ്രകാരമാണ് ദൈവം അവരെ പരിപാലിക്കുന്നത് എന്നും, എപ്രകാരമാണ് ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് എന്നും നാം കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചുവല്ലോ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു വേദപുസ്തക പഠനത്തിലേക്ക് നാം ഇന്ന് ഈ സമയത്ത് കടക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, ഈ പ്രവചനത്തിലെ വചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ വെളിപാട് പുസ്തകം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കുന്നവർ, അത് വായിച്ച് കേൾപ്പിക്കുന്നവർ, അത് പ്രമാണിക്കുന്നവർ, ഈ 3 പേരും ഏറ്റവും അധികം ഭാഗ്യം ചെന്നവരാണ് എന്ന് ഈ പുസ്തകത്തിൽ കർത്താവായ ദൈവം നമ്മോട് പറയുകയാണ്. കേൾക്കുന്നവർ, കേൾപ്പിക്കുന്നവർ, പ്രമാണിക്കുന്നവർ. നാം കേൾക്കുന്നവരാണോ, കേൾപ്പിക്കുന്നവരാണോ, പ്രമാണിക്കുന്നവരാണോ? ഇത് 3 ഒരുമിച്ച് ചെയ്യുന്നവരാണോ? നാം ഇത് 3 ചെയ്യുന്നവരാണ് എങ്കിൽ നാം ഇന്ന് ഈ സമയത്ത് ഏറ്റവും അധികം കൃപ ലഭിച്ചവരായി, ഏറ്റവും അധികം അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ തക്കവണ്ണം പോവുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളോട് പറയുന്നതിലൂടെ ഏറ്റവും അധികം അനുഗ്രഹം പ്രാപിച്ചവനായി മാറുവാൻ തക്കവണ്ണം പോവുകയാണ്. ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങളും ഇത് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ഇത് പ്രമാണിക്കുവാൻ തക്കവണ്ണം നാം ഏവരും ഒരുമിച്ച് തീരുമാനമെടുക്കുന്നതിലൂടെ നാം എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ വളരെ കാലത്തിന് ശേഷം കർത്താവായ യേശുവിനെ അവൻ്റെ പ്രഭയിലും അവൻ്റെ തേജസ്സിലും കാണുവാൻ തക്കവണ്ണം ഇടവരികയാണ്. 2-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം, ഈ 2 അധ്യായങ്ങളും 7 സഭകളെക്കുറിച്ച് കർത്താവായ യേശുവിൻ്റെ പരാമർശങ്ങൾ ഇവിടെ കാണുകയാണ്. 7 സഭകളെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഈ വാക്യങ്ങളിലൂടെ 2-ാം അധ്യായത്തിലൂടെയും 3-ാം അധ്യായത്തിലൂടെയും കർത്താവായ യേശു ക്രിസ്തു പരാമർശിക്കുകയാണ്. ഇവിടെ ഈ 2 അധ്യായത്തിലും 7 സഭകളെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പരാമർശിക്കുന്നു. 7 സഭകൾ 7 പ്രധാനപ്പെട്ട കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. എഫെസോസ് സഭ, സ്മിർണയിലെ സഭ, അതുപോലെ തന്നെ പെർഗമോസിലെ സഭ, തൈത്തേരയിലെ സഭ, സർദിസിലെ സഭ, ഫിലാദൽഫിയയിലെ സഭ, ലവോദിക്കയിലെ സഭ, ഈ 3 സഭകളെയും കുറിച്ച് കർത്താവായ ദൈവം വളരെ മനോഹരമായ ചില പരാമർശങ്ങൾ, ഇപ്രകാരം നിങ്ങൾ ഇപ്രകാരമാണ്, വിശ്വാസികൾ എപ്രകാരമാണ്, അവിടെ അവസ്ഥ എന്താണ്, സഭയുടെ അവസ്ഥ എന്താണ്, അവിടെ ഇന്നത്തെ നിലവാരം എന്താണ്, അവർ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെയും കർത്താവായ യേശു ക്രിസ്തു ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് ഇപ്രകാരം വിവരിച്ച് കേൾപ്പിക്കുകയാണ്. ഈ 7 സഭകളെ നാം പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് വളരെ ആഴത്തിൽ അനേക കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ കഷ്ടതയെ സംബന്ധിച്ച് നാം പഠിക്കുന്നത് കൊണ്ട് അതേക്കുറിച്ച് മാത്രം അല്പമായിട്ട് സംസാരിക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം ഞാൻ ഇന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ 7 സഭയുടെ ദൂതിലും ഒരു പ്രധാനപ്പെട്ട വാക്ക് വളരെ അധികമായിട്ട് പ്രതിഫലിക്കുകയാണ്. വളരെ അധികമായിട്ട് 7 സഭാദൂതിലും ഒരു പ്രധാനപ്പെട്ട വാക്ക് കർത്താവായ യേശു ക്രിസ്തു ആവർത്തിച്ച് പരാമർശിക്കുകയാണ്. ഏതാണ് ആ വാക്യം? ജയിക്കുന്നവന്, to that who overcome. ജയിക്കുന്നവന് കർത്താവായ യേശു ക്രിസ്തു ജയിക്കുന്നവന് എന്ന പേരെടുത്തുകൊണ്ട് പല പ്രാവശ്യം 7 സഭകളോടും 7 പ്രാവശ്യമായിട്ട് പരാമർശിക്കുകയാണ്. ജയിക്കുന്നവന് ഞാൻ ഇന്നത് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ ഇന്നത് നൽകും, ജയിക്കുന്നവന് അത് ലഭിക്കും എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. ആരാണ് ജയിക്കുന്നവർ? എന്തിനോടാണ് നാം ജയിക്കേണ്ടത്? ആരോടാണ് നാം ജയിക്കേണ്ടത്? നമുക്ക് ജയിക്കുവാനായിട്ട് ഒരു മത്സരം ഈ ലോകത്തുണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ജയിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതായ ചില അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ജയിക്കുന്നവർ ആരാണ്? നാം ജയിക്കുവാനായിട്ട് എന്തു മത്സരമാണ് നാം ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നാം ഈ ലോകത്ത് അപ്രകാരം ഒരു മത്സരത്തിൽ നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണോ? നാം ജയിക്കുന്നവരായി തീരുമോ, അതോ തോൽക്കുന്നവരായി മാറി നിൽക്കേണ്ടി വരുമോ? ജയിക്കുന്നവന്
കർത്താവായ ദൈവം 7 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ഞാൻ ജയിക്കുന്നവന് അത് കൊടുക്കുകയും ചെയ്യുമെന്ന് വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിലൂടെ 7 സഭാ ദൂതുകളിലൂടെ കർത്താവായ ദൈവം എഴുതിയിരിക്കുകയാണ്. ഇവിടെ ഈ 7 സഭകളിലും കർത്താവ് ചെയ്യുന്നത് ഓരോ സഭയും ഓരോ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ എഫെസോസ് സഭ എന്ന് പറഞ്ഞാൽ AD 31 മുതൽ AD 100 വരെയുള്ളതായ സമയത്ത് സഭയുടെ നിലവാരം എപ്രകാരമായിരുന്നു, സഭയുടെ അവസ്ഥ എന്തായിരുന്നു, സഭ എങ്ങനെയായിരുന്നു, അവരുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കുറവ് എന്തൊക്കെയാണ്, അവർ എത്രത്തോളം വിശ്വസ്തരായിരുന്നു, അതൊക്കെയും കർത്താവായ യേശു കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരെ പരിശോധിച്ച് ഇതാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം ഓരോ സഭയിലൂടെയും കർത്താവ് എഴുതിയറിയിക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ സഭയായ എഫെസോസ് സഭ അത് അപ്പോസ്തലിക സഭയായിരുന്നു. വളരെ നിഷ്കളങ്കരായ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ തക്കണം വിളിക്കപ്പെട്ടവരായ ഒരു സഭയായിരുന്നു അപ്പോസ്തലിക സഭയായ എഫെസോസ് സഭ. ഈ സഭയോട് ദൈവം സംസാരിക്കുകയാണ്. AD 31 മുതൽ AD 100 വരെയുള്ളതായ സമയപരിധിയെയാണ് എഫെസോസ് സഭ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ സഭയായ സ്മിർനയിലെ സഭ AD 100 മുതൽ AD 313 കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. സ്മിർനയിലെ പീഡനത്തിൻ്റെതായ സഭ. ഇങ്ങനെ ഓരോ സഭയെയും ഓരോ കാലഘട്ടമായിട്ട് കർത്താവ് വേർതിരിച്ചതിന് ശേഷം ഈ സഭയുടെ വിശ്വാസികളുടേതായ അവസ്ഥ എന്താണ്, ഇവരുടെ സ്വഭാവം എന്തൊക്കെയാണ്, എന്നോട് വിശ്വസ്തരായിരുന്നുവോ, അവരുടെ കുറവ് എന്തൊക്കെയാണ്, അവർ എപ്രകാരമുള്ളവരാണ് എന്ന് ഓരോ സഭയെയും കർത്താവായ യേശു പരിശോധിക്കുകയും അവരോട് എപ്രകാരം നിങ്ങൾ ആയിരിക്കണമെന്ന് പറയുകയും ചെയ്യുകയാണ്. 7 സഭയോടും കർത്താവ് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 7 സഭയോടും അവരുടെ കുറവുകളെ കർത്താവ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ കുറവ് ഇതാണ്, നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളിത് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ആ സഭകളോട് സംസാരിക്കുകയാണ്. ഇത് എൻ്റെ സ്വന്തം വാക്കുകളല്ല, കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. ഓരോ സഭയോട് സംസാരിക്കുമ്പോൾ നാം ഈ വെളിപാട് പുസ്തകം പഠിക്കുകയാണ് എങ്കിൽ ഓരോ സഭയോടും കർത്താവ് സംസാരിക്കുമ്പോൾ ഓരോ സഭയോടും ഓരോ പ്രത്യേക പേര് കർത്താവ് സ്വയം നൽകിക്കൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ദൂതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഓരോ സഭയോടും കർത്താവ് സംസാരിക്കുമ്പോൾ ഓരോ സഭയോടും ഓരോ പ്രത്യേക പേര് സ്വയം നൽകിക്കൊണ്ട് കർത്താവായ യേശു അവരോട് സംസാരിക്കുകയാണ്. എന്താണ് കാരണം അവർക്ക് ഏത് ദൂതാണോ ആവശ്യമായിരിക്കുന്നത്, അവിടുത്തെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിന് ഒത്തവണ്ണം കൃത്യമായ ഒരു പേരോടുകൂടി അവരെ പ്രചോദിപ്പിക്കുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഒരു കൃത്യമായ പേരോടുകൂടി ദൈവം അവരോട് സംസാരിക്കുകയാണ്. ഒന്നാമത്തെ സഭ എഫെസോസ് സഭ നാം പരിശോധിക്കുമ്പോൾ കർത്താവായ ദൈവം സ്വയം അവരോട് പറയുകയാണ്. ഞാൻ ആരാണ് എന്ന് അവരോട് സ്വയം പറയുകയാണ്. എപ്രകാരമാണ് പറയുന്നത്? 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം കർത്താവ് പറയുന്നു, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും 7 പൊൻനിളകൾ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും ആ വിളക്കുകളുടെ നടുവിൽ കൂടെ നടക്കുന്നവനുമായവൻ അരുളി ചെയ്യുന്നത്. കർത്താവായ യേശുവിൻ്റെ സ്വന്തമായ പേര് അവിടെ കർത്താവ് സ്വയം കൊടുക്കുകയാണ്. കയ്യിൽ പിടിച്ചവൻ, നടക്കുന്നവൻ, സഭയുടെ നടുവിലൂടെ നടക്കുന്നവൻ, സഭയോടുകൂടെ സംസാരിക്കുന്നവൻ, സഭയുടെ ഓരോ കാര്യത്തിലും ഇടപെടുന്നവൻ, അവനാണ് കർത്താവായ യേശു എന്ന് സ്വയം കർത്താവായ യേശുവിനെ എഫെസോസ് സഭ വിശ്വാസികളോട്, ആ ദൂതനോട് കർത്താവ് സ്വയമായിട്ട് തന്നെ അവരോട് പറയുകയാണ്. ഞാൻ ഇപ്രകാരമുള്ളവനാണ്, ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര് നൽകിക്കൊണ്ട് കർത്താവായ യേശു അവരോട് സംസാരിക്കുകയാണ്. അതിനുശേഷം അവരുടെ കുറവുകൾ, അവരുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ നന്മ എന്താണ്, അവരെപ്രകാരമുള്ളവരായിരുന്നു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു അവരോട് സംസാരിക്കുകയാണ്. ഈ 7 സഭയെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഈ 7 സഭയോടും കർത്താവ് സംസാരിക്കുന്നത് പരിശോധിക്കുമ്പോൾ, ഈ 7 സഭകളിൽ 2 സഭയോട് മാത്രമാണ് കർത്താവായ യേശുവിന് ഒരു കുറ്റവും പറയുവാനില്ലാത്തത്. മറ്റെല്ലാ സഭകളോടും കർത്താവിന് ഒരു കുറ്റം അല്ലെങ്കിൽ മറ്റൊരു കുറ്റം അവരെക്കുറിച്ച് കർത്താവിന് പറയുവാനായിട്ടുണ്ട്. നിങ്ങളിങ്ങനെയായിരുന്നു, നിങ്ങളിങ്ങനെയാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയല്ല എന്ന് കർത്താവ് അവരോട് ചോദിക്കുവാനും അവരെ ശാസിക്കുവാനുമായിട്ട് കർത്താവായ ദൈവം ഇടവരികയാണ്. എന്നാൽ 2 സഭയോട് മാത്രമാണ് കർത്താവായ യേശുവിന് ഒരു കുറ്റവും പറയുവാൻ തക്കവണ്ണം സാധിക്കാതെ പോയിരിക്കുന്നത്. കാരണം അത്രത്തോളം വിശ്വസ്തരായ ദൈവത്തിൻ്റെ മനുഷ്യരായിരുന്നു, ദൈവത്തിൻ്റെ മക്കളായിരുന്നു ഈ 2 സഭയുടെയും സമയത്ത് ജീവിച്ചവരായ ദൈവത്തിൻ്റെ വിശ്വാസികൾ. അത് മറ്റേത് സഭയുമല്ല, സ്മിർനയിലെ സഭയും അതോടൊപ്പം
ഫിലാദൽഫിയയിലെ സഭയും, ഈ രണ്ട് സഭകളോട് മാത്രമാണ് കർത്താവായ യേശുവിന് ഒരു കുറ്റവും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ പോയത്. അത്രത്തോളം വിശ്വസ്തരായിട്ട് ആ സഭയിലെ ജനങ്ങളൊക്കെയും കർത്താവായ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു. സ്മിർണയിലെ സഭ, പീഡനകാലത്തെ സഭയും, ഫിലാദൽഫിയയിലെ സഭ, അവർ ഏവരും അല്പകാലമേ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ സമയത്ത്, റിഫർമേഷൻ്റെ സമയത്ത്, നവോത്ഥാനത്തിൻ്റെ സമയത്ത് അവർക്ക് അല്പകാലമേ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ സമയത്ത് വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരുടെ ജീവനെ പോലും സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തുനിഞ്ഞിറങ്ങിയ നവോത്ഥാന സമയത്തെ ആ സഭയാണ് ഫിലാദൽഫിയ സഭ എന്ന് പറയുന്നത്. ഈ രണ്ട് സഭയോടും ദൈവം പറയുകയാണ്, നിങ്ങൾ വിശ്വസ്തരായ എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കുറ്റവും എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇല്ല. അങ്ങനെ ഓരോ സഭയോടും അവരുടേതായ നിലവാരമനുസരിച്ച്, അവരുടെ കുറവനുസരിച്ച് ഓരോ കാര്യം അവരോട് പറയുവാൻ തക്കവണ്ണം കർത്താവായ ദൈവം ഉപയോഗിക്കുകയാണ്. അതിനുശേഷമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം പറയുന്നത്, ചെവിയുള്ളവൻ ആത്മാവ് പറയുന്നത് എന്താണെന്ന് കേൾക്കട്ടെ. ഈ വാക്യവും 7 സഭകളോടും കർത്താവായ യേശു ആവർത്തിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു 3 സഭകളോടും പറയുന്ന ചില കാര്യങ്ങളിൽ ചിലത്, അതായത് 7 സഭകളോടും ആവർത്തിക്കുന്ന ചില വാക്യങ്ങളിൽ ഒന്നാമത്തെ വാക്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജയിക്കുന്നവന്. ഈ വാക്ക് എല്ലാ സഭയോടും കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. 7 പ്രാവശ്യം ഈ വാക്ക് കർത്താവായ യേശു ഉപയോഗിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവ് എല്ലാ സഭയോടും ഉപയോഗിച്ച മറ്റൊരു വാക്കാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു. ഇപ്രകാരം ഈ 3 വാക്കുകളും കർത്താവായ യേശു 7 സഭയോടും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുകയാണ്. ഇതിൽ നാം പ്രധാനമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ജയിക്കുന്നവന് എന്ന അർത്ഥമുള്ളതായ ആ വാക്കിനെ കുറിച്ചാണ്. നാം എന്തിനെ ഓർത്ത് ഈ ഭൂമിയിൽ ജീവിക്കണം? നാം എന്തിനെയാണ് ഈ ലോകത്ത് ജയിക്കേണ്ടത്? നാം എന്തിനെയാണ് ഈ ലോകത്ത് അതിജീവിക്കേണ്ടത്? നാം നമ്മൾ വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, ഈ വേദപുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞാൽ, ഓരോ സഭയുടെ ദൂതിലും കർത്താവായ ദൈവം ജയിക്കുന്നവന് എന്ന വാക്കിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നാം ഓരോ സഭയിലും, ഓരോ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരും ഒരു പോരാടേണ്ടതായിട്ടുണ്ട്. ഓരോ വിശ്വാസിയും ഒരു വലിയ യുദ്ധത്തിലാണ് ഇന്ന് ആയിരിക്കുന്നത്. പിശാചിനോട് നാം എതിർത്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. നാം പിശാചിനോട് പോരാടേണ്ടതായിട്ടുണ്ട്. നാം ആ പോരാട്ടത്തിൽ നാം ജയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചില്ല എങ്കിൽ, കർത്താവിൻ്റെ പ്രിയമക്കളെ, നാം പരാജയപ്പെട്ടു പോകുവാൻ തക്കവണ്ണയായി തീരും. എന്നാൽ നാം പരാജയപ്പെടേണ്ടതായ കൂട്ടരല്ല. നാം ജയിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. നാം ജയിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. നാം പരാജയപ്പെടുവാനായിട്ട്, തോൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരേ അല്ല. നാം ജയിക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ രക്തം നിമിത്തമായിട്ട്, ക്രിസ്തുവിൻ്റെ നീതി നിമിത്തമായിട്ട് നാം എല്ലാവരും ജയിക്കുവാനായിട്ട് നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. എന്നാൽ നാം എന്തുകൊണ്ട് ഇന്ന് പലരും പരാജയപ്പെട്ടു പോകുന്നു? എന്നാൽ നാം ഈ ലോകത്ത് എന്തുകൊണ്ട് അനേകരും തോൽപ്പിക്കപ്പെട്ടു പോകുന്നു? കാരണം നാം ക്രിസ്തുവാകുന്ന ആ ദൈവത്തിലേക്ക്, യേശുവാകുന്ന ആ വ്യക്തിയിലേക്ക്, യേശുവാകുന്ന ശക്തിയിലേക്ക് നാം പലപ്പോഴും നോക്കുവാൻ തക്കവണ്ണം കൂട്ടാക്കുന്നില്ല. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിന്മേൽ നടന്ന ഒരു വ്യക്തിയായിരിക്കണം പത്രോസ്. കർത്താവായ ദൈവം പത്രോസ് കണ്ടു. കർത്താവായ യേശു ആ പ്രകാരം നടന്നു വരുന്നത് കർത്താവായ യേശുവിൻ്റെ ദാസനായി പത്രോസ് കാണുകയാണ്. അവൻ കർത്താവായ യേശുവിന് പറയുകയാണ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ എന്നോടും അപ്രകാരം നടക്കുവാൻ തക്കവണ്ണം കൽപ്പിക്കണമേ എന്ന് പത്രോസ് ചോദിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ യേശു പറയുകയാണ്, അതെ, ഞാനാകുന്നു. നിനക്ക് വരുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട് എങ്കിൽ നീയും നടന്ന് എൻ്റെ അടുക്കിലേക്ക് വരിക. പൗലോസ് ആ വാക്ക് കേട്ട ഉടനെ, പത്രോസ് ആ വാക്ക് കേട്ട ഉടനെ, പ്രിയമുള്ളവരെ, മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ആ വെള്ളത്തിന്മേൽ നടക്കുവാൻ തക്കവണ്ണം ആരംഭിക്കുകയാണ്. അവൻ നടക്കുവാൻ തുടങ്ങി. നടന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചു. അതിനുശേഷം ആ കാറ്റും കോളും കണ്ട് പേടിക്കുവാൻ തുടങ്ങി. അയ്യോ, കർത്താവായ യേശുവിന് അത് സാധിച്ചുവല്ലോ, അല്ലെങ്കിൽ ഞാൻ എപ്രകാരം എനിക്കിങ്ങനെ നടക്കുവാൻ സാധിക്കുമെന്ന് ഓർത്തുകൊണ്ട് അധൈര്യപ്പെട്ട് കാറ്റും കോളും കൊണ്ട് പേടിച്ച് അവൻ ഉടനെ മുങ്ങിത്താഴുവാൻ തക്കൊണ്ട് തുടങ്ങി. നാം ഇപ്രകാരം പൗത്രോസിനെ പോലെ ഒരു ലോകത്തിൻ്റെതായ ഈ ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഈ ലോകത്തെ കീഴ്പ്പെടുത്തുവാനായിട്ടല്ല, മറിച്ച് നാം സ്വർഗീയമായതിനെ നേടുവാൻ തക്കവണ്ണം ഈ ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ വഴിയാത്രാ മധ്യേ
നമ്മെ തെറ്റിക്കുവാനായിട്ട്, നമ്മെ തള്ളിയിടുവാനായിട്ട്, നമ്മെ തോൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പൈശാചിക ശക്തിയാണ്. ആ ശക്തിയെ നാം തോൽപ്പിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ, അവനെ ചെറുത്ത് നിൽക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ, നമുക്ക് അവനെ ഒരിക്കലും തോൽപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. നമുക്ക് എങ്ങനെ അവനെ തോൽപ്പിക്കുവാൻ സാധിക്കും? ജയിക്കുന്നവന് അത് ലഭിക്കും. എന്നാൽ നമുക്ക് എപ്രകാരം ഒരു ജയിക്കുന്നവനായിട്ട് മാറുവാൻ തക്കവണ്ണം ഈ ലോകത്ത് സാധിക്കും? നമുക്കെങ്ങനെ ഈ ഭൂമിയിൽ ജയിക്കുവാൻ സാധിക്കും? കർത്താവായ ദൈവത്തിൻ്റെതായ ജീവിതം നമ്മൾ എടുത്താൽ, പിശാച് യേശുവിനെ പരീക്ഷിച്ചതുപോലെ ലോകത്ത് മറ്റാരെയും ഇത്രത്തോളം അധികമായി പരീക്ഷിച്ചിട്ടില്ല. കർത്താവായ യേശുവിനെ ഓരോ നിമിഷവും ഓരോ ദിവസവും പിശാച് ഇപ്രകാരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഓരോ പ്രാവശ്യവും കർത്താവായ യേശുവിനെ പിശാച് പരീക്ഷിച്ചതായ സമയത്ത് ഓരോ പ്രാവശ്യവും കർത്താവായ ദൈവം വേദപുസ്തകമാകുന്ന വാൾ ഉപയോഗിച്ച് അവനെ പ്രതിരോധിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യം കർത്താവായ യേശുവിനെ പിശാച് പരീക്ഷിച്ചതായ സമയത്ത് കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ, ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എനിക്ക് ഇപ്രകാരം അറിയാം, ഇതാണ് സത്യമെന്ന് കർത്താവായ ദൈവം വചനം എടുത്തുപയോഗിച്ചുകൊണ്ട് പിശാചിനെ പ്രതിരോധിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ഈ ലോകത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ വചനമാകുന്ന ആയുധം എടുത്ത് പിശാചിനെ ഇന്ന് പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവായ യേശുവിന് വളരെ ശക്തിയായിട്ട് അവനെ പ്രതിരോധിക്കുവാൻ ഈ ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാകുന്ന വചനം ഉപയോഗിച്ച് പിശാചിനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുവിന് സാധിച്ചു, പൗലോസിന് സാധിച്ചു, അനേക വിശ്വാസികൾക്ക് സാധിച്ചു. നാം ജയിക്കണം എങ്കിൽ, നാം ഈ പോരാട്ടത്തിൽ വിജയിക്കണമെങ്കിൽ കർത്താവായ ദൈവത്തിൻ്റെ വചനമാകുന്ന ഇരുവായ് തലയുള്ള മൂർച്ചയാകുന്ന വാൾ നമ്മുടെ കയ്യിലെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മെ പരീക്ഷിക്കുവാനായിട്ട് പിശാച് കടന്നു വരുമ്പോൾ, നാം ഈ ലോകത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നാം വേദപുസ്തകമാകുന്ന ഇരുവായ് തലയുള്ള മൂർച്ചയുള്ള വാൾ നമുക്ക് കൈമോശം വന്നു പോകുമ്പോൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നാം വിശ്വസിപ്പാൻ തക്കവണ്ണം കൂട്ടാകാതെ ഇരിക്കുമ്പോൾ നാം പലപ്പോഴും വീണു പോകുന്നു. നമുക്ക് പിശാചിനെ തോൽപ്പിക്കുവാനായിട്ട് നൽകപ്പെട്ടതായ വേറെ ഒരു ആയുധവും നമ്മുടെ പക്കലില്ല. നമുക്കൊരു തോക്ക് കൊണ്ടോ, ഒരു ചെറിയ ബോംബ് കൊണ്ടോ, ഒരു ചെറിയൊരു കത്തി കൊണ്ടോ ഒന്നും പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അവനെ തോൽപ്പിക്കുവാൻ സാധിക്കണമെങ്കിൽ നമുക്കുള്ള ഒരേ ഒരു ആയുധം ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ഇതാണ് ഏറ്റവും ശക്തിയേറിയ വാൾ, ഏറ്റവും ശക്തിയേറിയ ആയുധം. ഈ ആയുധം ഉപയോഗിച്ചാണ് കർത്താവായ യേശു ഈ ലോകത്തിൽ പിശാചിനെ ജയിച്ചത്. ആ ജയിച്ചവരായി തീരണമെങ്കിൽ, അപ്രകാരം യേശുവിനെ പോലെ നാം ജയിച്ചവരായി രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നാമും ഈ വാളാകുന്ന ദൈവവചനം ഹൃദയസ്ഥമാക്കി എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വചനപ്രകാരം നാം ലോകത്ത് ജീവിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം നാം ജീവിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നാം ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയേക്കാം. നാം ജയിക്കുന്നവരായി തീരണമെങ്കിൽ കർത്താവായ ദൈവം പറയുകയാണ്, നിങ്ങളെൻ്റെ വിശ്വാസം കാക്കേണ്ടിയിരിക്കുന്നു, നിങ്ങളെൻ്റെ വചനം കാത്തുകൊള്ളേണ്ടിയിരിക്കുന്നു. നിങ്ങളെൻ്റെ വചനം കാത്തുകൊണ്ടാൽ, എൻ്റെ വചനത്തെ നിങ്ങൾ എടുത്ത് പോരാടുവാൻ നിങ്ങൾ ഉപയോഗിച്ചാൽ, നിങ്ങൾ തീർച്ചയായും ഈ ലോകത്ത് ജയിക്കുവാൻ തക്കവണ്ണം സാധിക്കും. 7 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ ജയിക്കുന്നവർക്ക് ദൈവം വെളിപാട് പുസ്തകത്തിലൂടെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജയിക്കുന്ന ഓരോ വിശ്വാസിക്കും ദൈവം ഈ വൻ പ്രതിഫലത്തെ നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നാം വചനമാകുന്ന ആ ഇരുവായ് തല മൂർച്ചയുള്ള വാൾ നാം ഉപയോഗിച്ചുകൊണ്ട് പിശാചിനെതിരായിട്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല എങ്കിൽ, നമ്മെ തെറ്റിക്കുവാൻ തക്കവണ്ണം പിശാചിന് ഒരു പൂവിനെ പറിക്കുന്ന ലാഘവത്തോടുകൂടി നമ്മെ തെറ്റിക്കുവാൻ തക്കവണ്ണം പിശാചിന് ഈ ലോകത്ത് സാധിക്കും. അത് ഇന്ന് അനേകരിൽ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാച്. കാരണം കർത്താവായ യേശുവിനെ അവൻ വചനത്താൽ പരീക്ഷിച്ചതായ സമയത്ത്, കർത്താവായ യേശുവിനെ അവൻ വചനം പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ പിശാച് പരീക്ഷിക്കുന്നത്. എന്നാൽ അതേ വചനം ഉപയോഗിച്ചുകൊണ്ട് കർത്താവായ ദൈവം പിശാചിനെ നേരിടുകയും അവനോട് പോരാടി വിജയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തതുപോലെ, പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ വചനത്താൽ ഉപയോഗിച്ചുകൊണ്ട്, ഈ വചനത്തെ എടുത്തുകൊണ്ട് ഈ ലോകത്ത് പോരാടുവാൻ നമുക്ക് സാധിച്ചാൽ, നമുക്കും തീർച്ചയായും ഈ ലോകത്തെ ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, ഈ പിശാചിനെ ജയിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ലവോദിക്യ സഭയുടെ ദൂതിൽ ഒരു വാക്യം കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയാണ്. 20-ാമത്തെ വാക്യം, 3-ാം അധ്യായം 20-ാമത്തെ വാക്യം, എൻ്റെ അവസാനത്തെ ഭാഗത്ത് കർത്താവ് പറയുകയാണ്, ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും
അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അടുത്ത വാക്യം വളരെ മനോഹരമായ വാക്യം, 21 വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ ഇരുന്നത് പോലെ തന്നെ ഞാനും ജയിച്ച്, ഞാൻ എപ്രകാരമാണോ ഈ ലോകത്തെ ജയിച്ചത് അതുപോലെ ഇവരും ജയിച്ച് പിതാവിനോടുകൂടെ ഞാൻ ഇരിക്കുന്നത് പോലെ ഇവരും ഇരിക്കും എന്ന് കർത്താവായ ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ ജയിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ജയിക്കുന്നവന് അതിമനോഹരമായ ചില അനുഗ്രഹങ്ങൾ, അതിമനോഹരമായ പ്രതിഫലങ്ങൾ നൽകുവാനായിട്ട് സ്വർഗം കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ജയിക്കുന്നവരായി അറിയപ്പെടുവാൻ, ആ പോരാട്ടത്തിൽ ജയിച്ചവരായി അറിയപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആ 7 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കമായിട്ട് വായിക്കുവാനും നിങ്ങളോട് അറിയിക്കുവാനുമായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഒന്നാമതായിട്ട് 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം അവസാനത്തെ ഭാഗം പറയുന്നു. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം അവസാനത്തെ ഭാഗം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. നമുക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാനായിട്ട് കർത്താവ് നൽകും ജയിക്കുന്നവന്. അത് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമതായിട്ട് വീണ്ടും 2-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. മൂന്നാമതായിട്ട് പറയുന്നു 17-ാമത്തെ വാക്യം 2-ാം അധ്യായം, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. നാലാമതായിട്ട് വീണ്ടും കർത്താവായ ദൈവം പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ സകല നന്മകളും അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകും എന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ 26-ാമത്തെ വാക്യം 2-ാമത്തെ അധ്യായം പറയുന്നു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അത് 4-ാമത്തെ അനുഗ്രഹം. 5-ാമതായിട്ട് കർത്താവായ ദൈവം 3-ാമത്തെ അധ്യായം അവിടെ പറയുകയാണ്, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, ജയിക്കുന്നവന് വെള്ളയുടുപ്പ്, നീതിയുടെ വസ്ത്രം ദൈവം കൊടുക്കുവാൻ പോകുന്നു. 6-ാമതായിട്ട് ഫിലാദൽഫിയ സഭയോട് കർത്താവായ യേശു പറയുകയാണ്, ജയിക്കുന്നവന് ദൈവം ആഗ്രഹിക്കുന്നതായ സകല നന്മകളും ദൈവം കൊടുക്കുവാനായിട്ട് പോവുകയാണ്. 12-ാമത്തെ വാക്യം 3-ാം അധ്യായം, ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ദൈവം അവൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. 7-ാമതായിട്ട് ലവോദിക്ക സഭയോട് കർത്താവായ യേശു പറയുകയാണ്, ജയിക്കുന്നവന് 21-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം വരം നൽകും. ഞാനിന്ന് എവിടെ ഇരിക്കുന്നുവോ, ഞാനിന്ന് എവിടെയായിരിക്കുന്നുവോ അവിടെ ഇരിക്കുവാൻ തക്കവണ്ണം ജയിക്കുന്നവന് വരം കൊടുക്കും. ആ മന്ന ലഭിക്കുവാൻ, ആ പുതിയ പേര് ലഭിക്കുവാൻ, ആലയത്തിലെ തൂണാകുവാൻ, അധികാരം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം ഒരു വലിയൊരു കൃപ ജയിക്കുന്ന എല്ലാവർക്കുമായിട്ട് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു? നിങ്ങൾ ജയിക്കുന്നവരായി ഈ ലോകത്ത് നിൽക്കുവാനായിട്ടാണോ, അതോ തോൽവിയോടുകൂടി നിരാശയോടുകൂടി ഈ ലോകത്ത് വീണു പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളെല്ലാവരും ജയിക്കുന്നവരാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ജയിക്കുന്നവരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കേവർക്കും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെല്ലാവരും ജയിക്കുന്നവരായി അറിയപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. എല്ലാവിധമായ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ ജയിക്കുന്നവരായി, വിജയശ്രീലാളിതരായി, കർത്താവായ യേശുവിനെ പോലെ പോരാട്ടത്തിൽ ജയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു എന്ന് പറയുവാൻ കർത്താവ് ഞങ്ങളേവരെയും സഹായിക്കുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.